നമ്മുടെ ബോട്ടിന്റെ നേരെ മുന്നിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏനാമാവ് സെന്റ് മേരീസ് ചർച്ചാണ്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് ജോയി ആലുക്കാസിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിലേക്ക് വരണമെങ്കിൽ റോഡ് ആക്സസ് ഇല്ല. ഒന്നെങ്കിൽ ബോട്ടിലോ അല്ലെങ്കിൽ വഞ്ചിയിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ വരണം. അതിൽ ഹെലിപാഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോ രണ്ട് പഞ്ചായത്തിന്റെ നടുവിൽ കൂടെയാണ് നമ്മൾ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലതുവശം വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്തും ഇടതുവശം മണലൂർ ഗ്രാമപഞ്ചായത്തും. നമ്മുടെ ബോട്ടിന്റെ വലതുവശത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹോം സ്റ്റേ ആണ്. കരിമീൻ ഹട്ട് എന്നറിയപ്പെടുന്ന ഹോം സ്റ്റേ ആണ്. ഈ കായലത്തെ മീനിന്റെ പേരാണ് കിട്ടുന്നത്. ചിത്രം കണ്ടില്ലേ? നമ്മുടെ ബോട്ടിന്റെ വലതുവശത്ത് ഒരു മുളക്കുറ്റിയാണിത്. അതിന്റെ അടിയിൽ രണ്ട് പാറകളാണ്. അത് ഇരട്ടപ്പാറ എന്ന് പറയും. ഇത് എല്ലാ സമയത്തും കാണാൻ പറ്റില്ല. നമ്മുടെ ലോട്ടറി സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വെള്ളം ഹൈറ്റിന്റെ സമയത്ത് അത് മൂടിപ്പോവും. അപ്പൊ അത് മാർക്ക് ചെയ്യാൻ കുറ്റി വെച്ചുള്ളത്, മുളക്കുറ്റി വെച്ചുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നാലോണത്തിൻ്റെ അന്ന് നമ്മുടെ കണ്ടച്ചടവ് ജലോത്സവം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ നാലോണത്തിന് അന്ന് നടക്കുന്ന ഒരു ജലോത്സവമാണ് കാളിയേക്ക് ജലോത്സവം. ആ ജലോത്സവത്തിന്റെ ട്രാക്കിനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുവശത്ത് മണലൂരിന്റെ പാലായി എന്ന് പറഞ്ഞ തീരുമാനമാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വലതുവശം വെങ്കടങ്ങിന്റെ കാളിയേക്കാണ് ഫിനിഷ് പോയിന്റ്. ഇതിവിടെ മത്സരം ചുണ്ടവള്ളങ്ങളല്ല ഉണ്ടാവുക, ചുരുളവള്ളങ്ങൾ. നീളം കൂടിയ വഞ്ചിയിൽ ചുണ്ടവള്ളങ്ങൾ ഓടിക്കാനുള്ള ആഴം കുറവായ കാരണം ചുരുളവള്ളങ്ങൾ ഉണ്ടാവുക മത്സരം. ശരി. നമ്മളിപ്പോ ഈ ആനാമാക്കൽ കായലിൽ നിന്ന് കനോലി കനാലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. കനോലി കനാലിൽ കേട്ടിട്ടുണ്ടോ?
കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ ജലപാതയാണ് ഈ കനോലി കനാൽ. ഇതൊരു മാൻമെയ്ഡ് കനാലാണ്, മനുഷ്യനിർമ്മിതമായ കനാലാണ്. ബ്രിട്ടീഷിന്റെ ഭരിക്കുന്ന കാലത്ത് അന്നത്തെ മലബാറിന്റെ കളക്ടറായിരുന്ന വില്യം ഹെൻറി കനോലി എന്ന് പറഞ്ഞ സാഹിബാണ് ഇത് ഗതാഗത യോഗ്യമാക്കി തീർത്തത്. 1942 ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഈ കായലിനെ ഈ സാഹിബിന്റെ പേരാണ് നൽകിയത്, കനോലി എന്നുള്ളത്. ഇതിപ്പോൾ 3 പേരാണ് അറിയപ്പെടുന്നത്. ഒന്ന് നാഷണൽ വാട്ടർ വേ 3, പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കരുവന്നൂർ പുഴ എന്നാണ് പറയുന്നത്. കരുവന്നൂർ പുഴ നമ്മളിപ്പോൾ ഈ നമ്മുടെ ബോട്ടിപ്പോൾ കനാലിലേക്ക് പ്രവേശിച്ചു. ഈ ഇടദേശം പോകുന്നതാണ് കണ്ടച്ചിറവ്, തൃപ്പയാറ്, കൊടുങ്ങല്ലൂര്, എറണാകുളം, കൊല്ലം അടുത്തോട്ടുള്ളത്. ഇത് നമ്മൾ തൃശ്ശൂർ വഞ്ചിക്കുളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വഞ്ചിക്കുളമൊക്കെ ആയിട്ട് പണ്ട് കാലത്ത് ഇവിടെ നിന്നൊക്കെ കെട്ടുവള്ളങ്ങളോട് ചരക്കുകൾ കൊണ്ടുപോയിരുന്നതാണ്. അതുപോലെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നായിരുന്നു ചെയ്യുന്നതാണ്. നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് നേരെ മുന്നിൽ കാണുന്നത് ചെറിയ തുരുത്തുകളാണ്. ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടികളുടെ പ്രോപ്പർട്ടികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ആയങ്കണ്ടൂർ ഇപ്പോൾ വാടാനപ്പള്ളി കഴിഞ്ഞു. ഈ നേരെ മുന്നിൽ കാണുന്നത് ആയങ്കണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആയങ്കണ്ടൂർ ആയിരങ്ങണി ക്ഷേത്രം കേട്ടുന്ന ക്ഷേത്രമാണ്. അവർക്ക് പോകാനുള്ള ഷോർട്ട് കട്ടാണ് ഇങ്ങനെ പോയി.
അതുപോലെ തന്നെ നമ്മൾ ബോട്ടിന് നേരെ മുന്നിൽ കാണുന്നത് ഒരു ഐലൻഡാണ്, കോക്കനട്ട് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അതിനുള്ളിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട്. നമ്മുടെ ബോട്ടിന്റെ വലതുവശത്ത് കാണുന്നതാണ് ഈ കോക്കനട്ട് ഐലൻഡിലുള്ള ഹോം സ്റ്റേ. അവിടെ ഒരു ഷഡ് കണ്ട, ബസ് സ്റ്റോപ്പ് മാതിരി കണ്ട, അത് വഞ്ചി കാത്തിരിപ്പ് കേന്ദ്രമാണ്. ബസ് സ്റ്റോപ്പ് അല്ല, വഞ്ചി കാത്തിരിപ്പ് കേന്ദ്രമാണ്. അത് തൊട്ടപ്പുറത്തിലാണത് വേട്ടയ്ക്കൊരു മകൻ അമ്പലം എന്ന് പറഞ്ഞ അമ്പലമാണ്. ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇരുപത് വർഷം മേലെ ഉണ്ട്. ഇത് പുളിക്കക്കടവ് പാലം. വലതുവശം പോകുന്നത് പാടൂര് മുല്ലശ്ശേരി ഭാഗത്തേക്കും, ഇടതുവശം പോകുന്നത് ചേറ്റുവ അഞ്ചാങ്കല്ല് ഭാഗത്തേക്കും. അവിടെ നേരെ മുന്നിൽ കാണുന്നതാണ് ചേറ്റുവ പാലം. ചേറ്റുവ തന്നെ പ്രകൃതി ഭംഗിയാൽ മാറ്റിമറിക്കുന്ന കണ്ടൽക്കാടുകളാണ് നമ്മുടെ ബോട്ടിന്റെ വലതുവശത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നതാണ് രണ്ട് ഓലമഞ്ഞാട്ട് കട്ടകൾ എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ കാജാബീഡി കമ്പനിക്കാരുടെ രാജ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഒരു 20 ഏക്കർ ഐലൻഡാണ് അത്. അതിലേക്ക് വരണമെങ്കിൽ റോഡ് ആക്സസ് ഇല്ല, ബോട്ടിൽ വരണം. അവർ തന്നെയാണ് ആ കാണുന്ന കണ്ടൽക്കാട് അവരുടെയാണ്. ചേറ്റുവ പാലം കയറാണ്ട് മുന്നേ അവിടെ എൻട്രൻസ് ഉണ്ട് അതിലേക്ക് വരാനുള്ളത്. ചാർജ് വന്നു, അത് ഹോസ്പിറ്റലാണ്, അതായത് വേറെ എല്ലാവർക്കും അലൗഡ് അല്ലാണ്ട് ഒഴിക്കില്ല. മിനിമം 3 days പാക്കേജാണ്. അത് പിന്നെ 7 ദിവസം 14 ദിവസം അങ്ങനെ എപ്പോഴാണ്. കൂടുതലും വരുന്നത് ഈ മറ്റേ ഫോറിനേഴ്സാണ് വരുന്നത്. അതുപോലെ ഫിലിം സ്റ്റാറിലെല്ലാം വരാറുണ്ട് അതിനുള്ളിൽ. ഈ കണ്ടൽക്കാടിൽ ആ നേരെ ഉള്ളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കോട്ടേജ് ഉണ്ട്. ആ കോട്ടേജിലേക്ക് പോകാനുള്ള വഴി ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വലിയ കണ്ടൽക്കാടില്ലേ, അത് പാവട്ടി പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇത് 2-3 വൈദികര് കണ്ണൂരിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടുവർത്തിയ കണ്ടൽക്കാടാണ് അത്. രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് പക്ഷികൾ വന്ന് ചേക്കേറുന്നതാണ് അതിനുള്ളിൽ. അതുപോലെ അതിനുള്ളിൽ ഈ നീർനായകുണ്ട്, വാട്ടറൊക്കെ ഉണ്ട്. അതുപോലെ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നതാണ്, സുനാമിക്കെല്ലാം പ്രൊട്ടക്ഷനാണ്. അതുപോലെ മണ്ണൊലിപ്പ് തടയും. രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കണ്ടന്റ് കിട്ടും. കുറേ പ്രത്യേകതകൾ അതിനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കോട്ടേജ് ഉണ്ട്, ഉള്ളിലല്ല വെളിയിലാണ് കോട്ടേജ്. പക്ഷേ അതിലേക്ക് പുഴവള വഴി അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കൊടുത്തുള്ളത്, ആ പാലം കൊടുത്തുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കണ്ട അറ്റത്താണ്ട് ഒരു പാലം കണ്ട, അതായത് നമ്മുടെ പാവട്ടിനെയും ഒരുമനേരും ബന്ധിപ്പിക്കുന്ന കുണ്ടുകടവ് പാലാണത്. അവിടെ കണ്ടോ മണ്ണ് കയറി കിടക്കണ്ടോ, അവിടെയൊക്കെ വെള്ളമല്ല. അവിടെ ഒന്നും വെള്ളം ഏറ്റാകുമ്പോൾ മാത്രമേ അവിടെ വെള്ളം കയറുള്ളൂ. കുണ്ടുകടവ് പാലം പുഴയാണിത്. ഇപ്പൊ വെള്ളാറ്റം വരുമ്പോ അവിടെ വെള്ളം വരും.